ഹലോ ഓൾ, വെൽക്കം ടു ഈസി സ്കോട്ട്സ്. ഇറ്റ്സ് മീ ഹരിത. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെസ്റ്റേൺ സ്കൂൾസിൽ വരുന്ന ഒരു അപ്രോച്ചാണ് നാച്ചുറാലിസം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഐഡിയലിസത്തിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പഠിക്കാൻ പോകുന്നത് നാച്ചുറാലിസം ആണ്. നാച്ചുറാലിസം ഇസ് ദ ഓൾഡസ്റ്റ് ഫിലോസഫി ഇൻ വെസ്റ്റേൺ വേൾഡ്. വെസ്റ്റേൺ സ്കൂൾസിൽ വരുന്നതിൽ ഏറ്റവും പഴക്കം ചെന്ന ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫിലോസഫിയാണ് നാച്ചുറാലിസം എന്ന് പറയുന്നത്. വാട്ട് ഈസ് നാച്ചുറാലിസം? എന്താണ് നാച്ചുറാലിസം? നാച്ചുറാലിസം ഈസ് നാച്ചുറോസെൻട്രിക്. അക്കോർഡിംഗ് ടു നാച്ചുറാലിസം, ദ അൾട്ടിമേറ്റ് റിയാലിറ്റി ഈസ് നേച്ചർ ഓർ മാറ്റർ. നാച്ചുറാലിസത്തിൽ വരുമ്പം ഈ മെറ്റീരിയൽ യൂണിവേഴ്സ് ആണെല്ലാം, അല്ലെങ്കിൽ നേച്ചർ എലോൺ, അതാണ് റിയൽ ആയിട്ടുള്ളത്. അതാണ് അവർക്ക് റിയൽ ആയിട്ടുള്ളത്. ഈ കാണുന്ന നേച്ചർ, ഈ മെറ്റീരിയൽ വേൾഡ് ആണ് റിയൽ, ബാക്കി എല്ലാം ഇല്യൂഷനാണ്. അല്ലെങ്കിൽ all things have originated from matter and all are ultimately to be reduced to the matter. എന്താണ് മാറ്റർ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്? മാറ്റർ ഈസ് ദ സ്റ്റഫ് വിത്ത് വിച്ച് ദ യൂണിവേഴ്സ് ഹാസ് ബീൻ ബിൽറ്റ്. നമ്മുടെ യൂണിവേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള എന്തോ ഒന്നിനെയാണ് മാറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ മാറ്റർ അല്ലെങ്കിൽ യൂണിവേഴ്സാണ് എല്ലാം, മെറ്റീരിയൽ യൂണിവേഴ്സാണ് റിയൽ ആയിട്ടുള്ളത് എന്നാണ് നാച്ചുറലിസ്റ്റുകൾ പറയുന്നത്. മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഫങ്ഷനിങ് ആണല്ലേ, ഒരു ഫോം ഓഫ് മാറ്റർ ആണത്. സോ ഇമാജിനേഷൻ, തിങ്കിങ്, റീസണിങ്, ഇതൊക്കെ നമ്മുടെ മെൻ്റൽ ആക്ടിവിറ്റീൻ്റെ പ്രോസസ്സാണ്. സോ ഈ ഫങ്ഷനൊക്കെ നടത്തുന്നത് ആരാണ്? നമ്മുടെ ബ്രെയിൻ ആണ്. സോ മൈൻഡ് ആൻഡ് ഇറ്റ്സ് പ്രോസസ് ക്യാൻ ബി സ്റ്റഡീഡ് ത്രൂ അവർ സെൻസസ്. നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്? ത്രൂ അവർ സെൻസസ്. നമ്മുടെ സെൻസസിലൂടെയാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത്. അവർ പറയുന്നത് ദർ എക്സിസ്റ്റ് നോ സ്പിരിറ്റ് ഓർ സോൾ. അവിടെ ഒരു സ്പിരിറ്റോ അല്ലെങ്കിൽ സോളോ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ സെൻസറി ഓർഗൻസ്, നമ്മൾ സെൻസ് ഓർഗൻസിലൂടെയാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ മാറ്റർ അണ്ടർഗോസ് ചേഞ്ചസ്. നമ്മൾ ഈ പറഞ്ഞു അല്ലേ, യൂണിവേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള എന്തോ ഒന്നാണ്, ഏതോ ഒരു സ്റ്റഫിനെയാണ് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത്. സോ ആ മാറ്റർ അണ്ടർഗോസ് ചേഞ്ചസ്. എപ്പോഴും ആ മാറ്ററിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും, ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ദീസ് ചേഞ്ചസ് ആർ ഗവേൺഡ് ബൈ ദ ലോസ് ഓഫ് നേച്ചർ. നേച്ചറിൻ്റെ കുറച്ച് ലോസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ചേഞ്ചസ് ഒക്കെ നടക്കുന്നത്. ഇത്രയേ ഉള്ളൂ പറയുന്നത്. നാച്ചുറാലിസ്റ്റുകൾ പറയുന്നത്, അല്ലെങ്കിൽ നാച്ചുറാലിസം എന്ന് പറയുന്നത്, നേച്ചറാണ് എല്ലാം, അല്ലെങ്കിൽ നേച്ചറാണ് റിയൽ ആയിട്ടുള്ളത്, മെറ്റീരിയൽ വേൾഡ് ആണ് റിയൽ ആയിട്ടുള്ളത്, ബാക്കിയെല്ലാം ഇല്യൂഷനാണ്, അല്ലെങ്കിൽ ദർ ഇസ് നോ സോൾ ഓർ സ്പിരിറ്റ് എന്നാണ് അവർ പറയുന്നത്. സയൻസ് ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ നോളജ്. എല്ലാ നോളജിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് സയൻസ് ആണ്. നാച്ചുറാലിസ്റ്റ് ഹാവ് നോ ബിലീഫ് ഇൻ സ്പിരിച്വൽ വാല്യൂസ്. അതേപോലെ ഡിവൈൻ ഇൻസ്പിരേഷൻ, ഇതൊക്കെ ഹ്യൂമൻ മൈൻഡിനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെറും ഇല്യൂഷൻസ് മാത്രമായിട്ടാണ് നാച്ചുറലിസ്റ്റുകൾ വിശ്വസിക്കുന്നത്. സെൻസറി എക്സ്പീരിയൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ അബ്സ്ട്രാക്ട് തിങ്കിങ്ങിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കാണുന്നത് സെൻസറി എക്സ്പീരിയൻസ് ആണ്. ഫോർ നാച്ചുറാലിസ്റ്റ്, മാൻ ഈസ് ബേസിക്കലി ആൻ ഓഫ് സ്പ്രിങ് ഓഫ് നേച്ചർ ആൻഡ് നോട്ട് എ സെഗ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. പ്രാഗ്മാറ്റിസ്റ്റുകൾ വിശ്വസിക്കുന്നത് പോലെ, പ്രാഗ്മാറ്റിസം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ, പ്രാഗ്മാറ്റിസ്റ്റുകൾ വിശ്വസിക്കുന്നത് പോലെ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ഭാഗമായിട്ടല്ല മാനിനെ കാണുന്നത്. ജസ്റ്റ് ഓഫ് സ്പ്രിങ് ഓഫ് നേച്ചർ, നേച്ചറിൻ്റെ ഒരു ഓഫ് സ്പ്രിങ് ആയിട്ടാണ് മനുഷ്യനെ, ഹ്യൂമനെ നാച്ചുറാലിസ്റ്റുകൾ കാണുന്നത്. എഡ്യൂക്കേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നാച്ചുറാലിസവും ഐഡിയലിസവും തമ്മിൽ കുറേ കാര്യങ്ങളിൽ എഗ്രി ചെയ്യുന്നുണ്ട്. ഒന്ന്, both emphasizes the individual's personality and his natural development. രണ്ടാമത്തത്, both believe in the unfolding of the innate potentials of each individual. മൂന്നാമത്തെ കാര്യമാണ് both believe in principle of evolution and regard life as always growing towards greater and greater perfection. ഇത് മൂന്നിൽ മാത്രമാണ് ഐഡിയലിസവും നാച്ചുറലിസവും തമ്മിൽ എഗ്രി ചെയ്യുന്നത്. ചില കാര്യങ്ങളിൽ ഡിഫറൻസും ഉണ്ട്. ഫോർ നാച്ചുറാലിസം, മാറ്റർ ഈസ് ദ സുപ്രീം. നമ്മൾ നേരത്തെ പറഞ്ഞു, മാറ്റർ ആണ് ഇവിടെ സുപ്രീം. മാറ്റർ കൊണ്ടാണ് ഈ യൂണിവേഴ്സ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. യൂണിവേഴ്സ് മാത്രമാണ് റിയൽ ആയിട്ടുള്ളത് എന്നാണ് നാച്ചുറലിസ്റ്റുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ മാറ്റർ ഈസ് സുപ്രീം ആൻഡ് ദ അൾട്ടിമേറ്റ് റിയാലിറ്റി ഈസ് മാറ്റർ. ബട്ട് ഫോർ ഐഡിയലിസം, മൈൻഡ് ഈസ് ദ സുപ്രീം. ഐഡിയലിസ്റ്റുകൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? മൈൻഡാണ് എല്ലാം, അല്ലെങ്കിൽ മൈൻഡാണ് സുപ്രീം ആയിട്ടുള്ളത്. അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് മൈൻഡാണ്. അതാണ് നാച്ചുറലിസവും ഐഡിയലിസവും തമ്മിലുള്ള വ്യത്യാസം. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് നാച്ചുറലിസം ഉണ്ട്. വി ക്യാൻ ഇൻ്റർപ്രിറ്റ് നാച്ചുറലിസം ആസ് 3 ways. എങ്ങനെയൊക്കെയാണ്?
the mechanical aspect, biological naturalism and the physical aspect. മെക്കാനിക്കൽ ആസ്പെക്റ്റ് പറയുകയാണെങ്കിൽ നാച്ചുറലിസം റിഗാർഡ്സ് മാൻ ആസ് എ മെഷീൻ ആയിട്ടാണ് അവിടെ നാച്ചുറലിസ്റ്റുകൾ ഹ്യൂമനെ കാണുന്നത്. രണ്ടാമത്തെ ആസ്പെക്റ്റ് ആണ് ദ ബയോളജിക്കൽ നാച്ചുറലിസം റിഗാർഡ്സ് മാൻ ഇൻ ടേംസ് ഓഫ് ഹിസ് റേഷ്യൽ പാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ മാനിനെ കൺസിഡർ ചെയ്യുന്നത് ബയോളജിക്കൽ നാച്ചുറലിസം. മൂന്നാമത്തെ ഒരു ആസ്പെക്റ്റ് ആണ് ദ ഫിസിക്കൽ ആസ്പെക്റ്റ്. നാച്ചുറലിസം ലേസ് ഇറ്റ്സ് സ്ട്രെസ് ഓൺ എക്സ്റ്റേണൽ നേച്ചർ ഓൺലി. എക്സ്റ്റേണൽ നേച്ചറിൽ മാത്രം വിശ്വസിക്കുന്ന ആ ഒരു ഫിസിക്കൽ ആസ്പെക്റ്റിലൂടെയും നമുക്ക് ഒരു നാച്ചുറലിസത്തിൻ്റെ 3 ways ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. സോ അക്കോർഡിംഗ് ടു നാച്ചുറലിസം ദ അൾട്ടിമേറ്റ് റിയാലിറ്റി ഈസ് നേച്ചർ ഓർ മാറ്റർ. നാച്ചുറലിസം ഈസ് ഓൾസോ ടേംഡ് ആസ് മെറ്റീരിയലിസം. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ വേൾഡിൽ അവർ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നാച്ചുറലിസത്തിനെ മെറ്റീരിയലിസം എന്നും കൂടി പറയാം. They do not believe in spiritual development. It follows pedocentric approach. എന്താണ് pedocentric approach എന്ന് പറയുന്നത്? യെസ്, ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ ആണ്. ചൈൽഡിനാണ് ഇവിടെ എഡ്യൂക്കേഷനിൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ദെൻ ഇറ്റ്സ് നേച്ചറോസെൻട്രിക്. നേച്ചർ ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ നോളജ്. സെൻസസ് ആർ ദ ഗേറ്റ് വേസ് ഓഫ് നോളജ്. എല്ലാ നോളജിൻ്റെയും സോഴ്സ് എന്ന് പറയുന്നത് നേച്ചറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നോളജിൻ്റെയൊക്കെ ഗേറ്റ് വേസ് ആയിട്ട് കണക്കാക്കുന്നത് നമ്മുടെ സെൻസസ് ആണ്. റിയൽ നോളജ് കംസ് ത്രൂ അവർ സെൻസസ്. നമ്മൾ സെൻസസിലൂടെയാണ് റിയൽ നോളജൊക്കെ മനസ്സിലാക്കുന്നത്, എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നാച്ചുറലിസ്റ്റുകൾ പറയുന്നത്. ദെൻ ആരൊക്കെയാണ് നാച്ചുറലിസത്തിൻ്റെ ചീഫ് എക്സ്പോണൻസ് എന്നറിയോ? ഡെമോക്രിറ്റസ്, എപ്പിക്യൂറസ്, ഫ്രാൻസിസ് ബേക്കൺ, കൊമനിയസ്, ഹെർബർട്ട് സ്പെൻസർ, ഹക്സ്ലി, റൂസോ ഇവരൊക്കെയാണ് നാച്ചുറലിസത്തിൻ്റെ ചീഫ് എക്സ്പോണൻസ് ആയിട്ട് കണക്കാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസിലേക്ക് വരികയാണെങ്കിൽ, നാച്ചുറലിസത്തിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു നാച്ചുറലിസം ആണ്. എന്താണ് നാച്ചുറലിസത്തിൻ്റെ പ്രിൻസിപ്പിൾസ്? ഇറ്റ് സ്ട്രെസ്സസ് ഓൺ ഫിസിക്കൽ എൻവയൺമെൻറ്റ്. നമ്മൾ പഠിച്ചു നാച്ചുറലിസം വിശ്വസിക്കുന്നത് മെറ്റീരിയൽ വേൾഡിലാണ്. മെറ്റീരിയൽ റിയലായിട്ടുള്ള മെറ്റീരിയൽ തിങ്ങിലാണ് അവർ വിശ്വസിക്കുന്നത്. സോ ഇറ്റ്സ് സ്ട്രെസ്സസ് ഓൺ ഫിസിക്കൽ എൻവയൺമെൻറ്റ്. ദെൻ ദ പ്രസൻറ്റ് ലൈഫ് ഓഫ് ദ ചൈൽഡ് ആസ് ദ ബേസിസ് ഓഫ് എഡ്യൂക്കേഷൻ. ആൻ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ടു ദ ചൈൽഡ് ഇൻ ദ എഡ്യൂക്കേറ്റീവ് പ്രോസസ്. എഡ്യൂക്കേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ നേച്ചർ ഓഫ് ദ ചൈൽഡ്. ഇതുകൊണ്ടൊക്കെയാണ് ഇറ്റ് ഈസ് പെഡോസെൻട്രിക് എന്ന് പറയുന്നത്. പ്രിൻസിപ്പിളാണ് ഇറ്റ് ഈസ് പെഡോസെൻട്രിക്. അതിൻ്റെ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ചൈൽഡിനാണ് സുപ്രീം ഇമ്പോർട്ടൻറ്റ്. എഡ്യൂക്കേഷനിൽ ഇത് ഒരു ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഡോമിനൻറ്റ് പ്ലേസ് ടു ദ കോൺസെപ്റ്റ് ഓഫ് ഫ്രീഡം ഇൻ ദ എഡ്യൂക്കേഷൻ ഓഫ് ദ ചൈൽഡ്. ചൈൽഡിനിവിടെ എല്ലാ വിധത്തിലുള്ള ഫ്രീഡവും ഉണ്ട്. Nature is the source of all knowledge. Then follow nature, back to nature are the greatest slogan of naturalism. ഇതൊക്കെയാണ് നാച്ചുറലിസത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് എന്താണ് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ, നാച്ചുറലിസത്തിലെ എന്താണ് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ നോക്കാം. ദ എയിം ഓഫ് എഡ്യൂക്കേഷൻ ഈസ് സെൽഫ് എക്സ്പ്രഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാച്ചുറലിസത്തിലെ എഡ്യൂക്കേഷണൽ എയിമാണ് സെൽഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു റൂസോ ദ നേച്ചർ ഓഫ് എ ചൈൽഡ് as well as its experiences with the various natural phenomena is of paramount importance in education. നാച്ചുറൽ ലോസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എപ്പോഴും കുട്ടിക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതേപോലെ നമ്മുടെ ജനറൽ എയിം എന്ന് പറയുന്നത് അൺഫോൾഡിങ് ഓഫ് ദ സെൽഫ് അല്ലെങ്കിൽ സെൽഫ് എക്സ്പ്രഷനാണ്. മറ്റൊരു എയിമാണ് പ്രിപ്പറേഷൻ ഫോർ ദ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. മുന്നോട്ട് ജീവിക്കാൻ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് അവരെ പ്രിപ്പയർ ചെയ്യുക, ആ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസിന് വേണ്ടി അവരെ പ്രിപ്പയർ ചെയ്യുക. അതേപോലെ ഓട്ടോണമസ് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഇത് മറ്റൊരു എഡ്യൂക്കേഷണൽ എയിമാണ്. ദെൻ നാച്ചുറൽ ഡെവലപ്മെൻറ്റ്, അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നാച്ചുറൽ ഡെവലപ്മെൻറ്റിനാണ്. ദെൻ അഡാപ്റ്റേഷൻ ടു എൻവയൺമെൻറ്റ്, അതിലൂടെ എൻവയൺമെൻറ്റുമായിട്ട് ഫിസിക്കൽ വേൾഡുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് കുട്ടിയിൽ വരുത്തുക. ഇതൊക്കെയാണ് എഡ്യൂക്കേഷൻ കൊണ്ട് അവർ എയിം ചെയ്യുന്നത്. Redirection and coordination of instincts in such a way that man should achieve these goals which have individual and social values. So through this the individual in harmony with this environment and to make him adjust with the environment most effectively.
നാച്ചുറാലിസം ബിലീവ്സ് ഇൻ കംപ്ലീറ്റ് ഫ്രീഡം ഓഫ് ദ ഇൻഡിവിജ്വലിന് ഇവിടെ കംപ്ലീറ്റ് ഫ്രീഡം ആണ് കൊടുക്കുന്നത് ആൻഡ് പെർമിറ്റ്സ് നോ കൺട്രോൾ ഓഫ് എനി കൈൻഡ്. ഇതൊക്കെയാണ് എഡ്യൂക്കേഷണൽ എയിം ആയിട്ട് നാച്ചുറലിസത്തിൽ വരുന്നത്. അടുത്തതായിട്ട് കരിക്കുലമാണ് വരുന്നത്. കരിക്കുലം എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ചൈൽഡ് സൈക്കോളജി. നേരത്തെ പറഞ്ഞു പെഡോസെൻട്രിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ അപ്രോച്ചാണ് നാച്ചുറാലിസം. സോ അതുകൊണ്ട് തന്നെ ബേസ്ഡ് ഓൺ ചൈൽഡ് സൈക്കോളജി. ആൻഡ് ദ നാച്ചുറലിസ്റ്റ് കൺസീവ് ദ കരിക്കുലം അണ്ടർ 2 stages, earlier stage and later stage. According to naturalism, curriculum consists 2 stages, the earlier and the later stage. 2 stages ആയിട്ടാണ് ഇവർ നാച്ചുറാലിസ്റ്റുകൾ നമ്മുടെ കരിക്കുലം തിരിച്ചിട്ടുള്ളത്. ഇൻ ദ ഏർലിയർ സ്റ്റേജ് ദേ പ്രിഫർ ടു ഗിവ് സെൻസറി ട്രെയിനിങ്. ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏർലിയർ സ്റ്റേജിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കുട്ടികൾ സെൻസറി ട്രെയിനിങ്ങിനാണ്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആൻഡ് ഹെൽത്ത് ട്രെയിനിങ് ഷുഡ് ബി ഇൻ എ നാച്ചുറൽ സെറ്റിംഗ്. പ്ലേ, സ്റ്റോറീസ് ആൻഡ് സോങ്സ് ആർ ദ early lessons. Sensory training is an essential and integral part of the modern preschool educational movement. The Montessori schools, through their didactic apparatus, and the kindergarten schools, through verbal gifts, provide the sensory training. അതാണ് ഏർലിയർ സ്റ്റേജിൽ കൊടുക്കുന്നത്. കുട്ടിയുടെ സെൻസറി ട്രെയിനിങ് ആണ് നടക്കുന്നത്. At the later stage, naturalists would like to include in the curriculum such subjects as physiology, physical science, natural science, mathematics, languages, psychology, social studies, anatomy. ഇതൊക്കെയാണ് സബ്ജക്റ്റ് ഓഫ് സ്റ്റഡി ആയിട്ട് ലേറ്റർ സ്റ്റേജിൽ വരുന്നത്. സ്റ്റഡി ഓഫ് നേച്ചർ ഈസ് ത്രൂ മാനിപ്പുലേഷൻ ആൻഡ് എക്സ്പ്ലോറേഷൻ ഓഫ് ദ എൻവയൺമെൻറ്റ്. ആൻഡ് ജോഗ്രഫി ഈസ് ദ ഡയറക്റ്റ് സ്റ്റഡി ഓഫ് ദ ലൊക്കാലിറ്റി ആൻഡ് സറൗണ്ടിങ്സ്. അതൊക്കെയാണ് ലേറ്റർ സ്റ്റേജിൽ വരുന്നത്. ഇങ്ങനെ 2 സ്റ്റേജസ് ആയി തിരിച്ചിട്ടാണ് നമ്മുടെ കരിക്കുലം നാച്ചുറലിസത്തിൽ വരുന്നത്. It emphasizes physical and health education. According to Rousseau, physical education for infancy, sense education for childhood, intellectual education for boyhood, and moral education for adolescence. According to Spencer, curriculum based on self-preservation, securing vocation, worthy home membership, citizenship, and leisure activities. ഇനി നമ്മൾ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിലേക്കാണ് വരുന്നത്. Naturalist methods of teaching emerged out of a revolt against the old, traditional and bookish method of teaching where the child had little role in the ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. നമുക്കറിയാം ട്രഡീഷണൽ ആയിട്ടുള്ള ഓൾഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബുക്കിഷ് മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് കുട്ടിക്ക് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. ടീച്ചർക്ക് മാത്രമേ അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്ന ഒരു മെത്തേഡാണ് നമ്മുടെ നാച്ചുറലിസത്തിലെ മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. സോ നാച്ചുറലിസ്റ്റ് അഡ്വൈസ് ദ ടീച്ചേഴ്സ് to tell the child as little as possible and allow him to discover as much as possible. കുറച്ചൊക്കെ കുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ മതി, ബാക്കി കുട്ടി കണ്ടെത്തി പഠിക്കുക. അതാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. According to naturalists, there are 2 methods of teaching, positive and negative education. പോസിറ്റീവ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ സിസ്റ്റമാറ്റിക് എഫേർട്സ് ആർ മെയ്ഡ് ടു ഇമ്പോസ് നോളജ് ഓൺ ദ ചൈൽഡ് വിതൗട്ട് കൺസിഡറിങ് ഹിസ് സെൻസറി ഡെവലപ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്സ്. അതൊന്നും കൺസിഡർ ചെയ്യാണ്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് എഫേർട്ട് കൊടുത്തുകൊണ്ട് ഇമ്പോസ് ചെയ്യാണ് നോളജ് അവർക്ക്. നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ ദ ചൈൽഡ് ഈസ് ഫ്രീ ടു ഡെവലപ്പ് ഹിസ് ബോഡി ആൻഡ് സെൻസസ്. അവിടെ കുട്ടി തന്നെ അവന് വേണ്ടത് സ്വയം കണ്ടെത്തി പഠിക്കുകയാണ്. അതാണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. Then observation and experimentation should replace the chalk and talk methods. അവിടെ ചോക്ക് മെത്തേഡ് അല്ലാതെ എഴുതി പഠിപ്പിക്കുക അല്ലെങ്കിൽ ടോക്കറ്റീവ് മെത്തേഡ് അതൊന്നുമല്ല. ഒബ്സർവേഷൻ, എക്സ്പെരിമെൻറ്റേഷൻ ഒക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ദെൻ പ്ലേ ഈസ് ദ നാച്ചുറൽ ആക്ടിവിറ്റി ഓഫ് ദ ചൈൽഡ് ആൻഡ് ഹെൻസ് പ്ലേ വേ ഈസ് ദ മെത്തേഡ് ഓഫ് ലേണിംഗ്. നാച്ചുറലിസത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്ലേ വേ മെത്തേഡിനാണ്. കുട്ടി കളിച്ചുകൊണ്ട് കാര്യങ്ങൾ പഠിക്കുക. പ്ലേ വേ മെത്തേഡ് ആൻഡ് ലേണിംഗ് ബൈ ഡൂയിങ്, ലേണിംഗ് ബൈ എക്സ്പീരിയൻസ്, ഡാൾട്ടൺ പ്ലാൻ, മോണ്ടിസോറി മെത്തേഡ്, ഇതൊക്കെയാണ് ഇവിടെ മെത്തേഡ് ഓഫ് ടീച്ചിങ് ആയിട്ട് വരുന്നത്. നാച്ചുറലിസം അഡ്വക്കേറ്റ്സ് ദ അഡോപ്ഷൻ ഓഫ് ദ ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് വിച്ച് പ്ലേസസ് ദ ചൈൽഡ് ഇൻ ദ പൊസിഷൻ ഓഫ് എ ഡിസ്കവറർ. അതൊക്കെയാണ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആയിട്ട് വരുന്നത്. അടുത്തത് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഫ്രീ ഡിസിപ്ലിൻ ആണ്. നാച്ചുറലിസം അഡ്വക്കേറ്റ്സ് ഫ്രീഡം ആസ് എ മീൻസ് ടു ഡിസിപ്ലിൻ, though apparently freedom and disciplines are opposed to each other.
The child must be controlled only by his own learning from his own experience. ചൈൽഡിനെ കൺട്രോൾ ചെയ്യാറാണ് ചൈൽഡ് തന്നെയാണ്. നാച്ചുറലിസ്റ്റ് ഡിസപ്രൂവ് ദ പ്രാക്ടീസ് ഓഫ് ഗിവിങ് പണിഷ്മെൻറ്റ് ടു ചിൽഡ്രൻ. പണിഷ്മെൻ്റ് ഒന്നും ഇവിടെ ഇല്ല. കുട്ടി തന്നെയാണ് കുട്ടിക്ക് വേണ്ട കൺട്രോളൊക്കെ നൽകുന്നത്. പെർമിറ്റ്സ് ഫ്രീഡം ഫോർ ദ ചൈൽഡ് ടു പ്ലാൻ ഹിസ് ഓൺ ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ അവൻ്റെ ആക്ടിവിറ്റീസ്, എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യാനുള്ള പെർമിഷൻ അല്ലെങ്കിൽ ഫ്രീഡം കൂടി ഇവിടെ ചൈൽഡിനുണ്ട്. ഇതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ദെൻ റോൾ ഓഫ് ടീച്ചർ. ആരാണ് ഇവിടെ ടീച്ചർ, അല്ലെങ്കിൽ ടീച്ചറുടെ റോൾ എന്താണ് ഇവിടെ? അക്കോർഡിംഗ് ടു നാച്ചുറലിസ്റ്റ്, ദ ടീച്ചർ ഈസ് അക്സെപ്റ്റബിൾ ഓൺലി ഓൺ ടേംസ്. The teacher is merely a stage setter or manager providing opportunities, conditions, facilities etc. for the natural development of the child. കുട്ടിയുടെ നാച്ചുറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കുട്ടിക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, അല്ലെങ്കിൽ കണ്ടീഷൻസ്, അതിന് വേണ്ട കണ്ടീഷൻസ് ഒരുക്കി കൊടുക്കുക, ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കുക. അതാണ് ടീച്ചറുടെ ഒരു ജോലിയായിട്ട് പറയുന്നത്. ടീച്ചർ ഒരു സ്റ്റേജ് സെറ്ററാണ്. ടീച്ചേഴ്സ് പ്ലേസ് ഈസ് ബിഹൈൻഡ് ദ സീൻ ആൻഡ് ദ കർട്ടൻ. ടീച്ചർ ബിഹൈൻഡ് ദ സീൻ ആണ് ആൻഡ് എ കീൻ ഒബ്സർവർ ഓഫ് ദ ചൈൽഡ് ഡെവലപ്മെൻറ്റ്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഒരു കീൻ ഒബ്സർവർ ആയിട്ടാണ് ടീച്ചർ ഇവിടെ പ്രവർത്തിക്കുന്നത്. ടു സെറ്റ് ദ സ്റ്റേജ്, സപ്ലൈ ദ മെറ്റീരിയൽസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ദ നാച്ചുറലിസ്റ്റ് ഹാവ് റേസ്ഡ് എ സ്ലോഗൻ, ഫ്രീഡം ഫോർ ദ ചൈൽഡ്. അതാണ് അവരുടെ നാച്ചുറലിസ്റ്റുകളുടെ ഒരു സ്ലോഗനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. And the teacher has no right to order, compel, influence, interfere or instruct. His duty is to guide the child in the process of learning rather than to pour in information and ideas. Some cardinal ideas of naturalistic education is that no interference, no restraints, self-expression, return to nature and follow nature are some of the സയൻസ് പോസ്റ്റ് ഓഫ് നാച്ചുറലിസ്റ്റിക് എഡ്യൂക്കേഷൻ. സോ ഇതൊക്കെയാണ് നാച്ചുറലിസത്തിലെ റോൾ ഓഫ് ടീച്ചർ എന്ന് പറയുന്നത്. കോൺട്രിബ്യൂഷൻസ് ഓഫ് നാച്ചുറലിസം ടു എഡ്യൂക്കേഷൻ. എന്താണ് എഡ്യൂക്കേഷനിലേക്ക് നാച്ചുറലിസത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? യെസ്, നാച്ചുറലിസം ഹാസ് ബ്രോഡ് ദ ചൈൽഡ് ടു ദ ഫോർ ഫ്രണ്ട് ഓഫ് ദ എഡ്യൂക്കേറ്റീവ് പ്രോസസ്സ്. എഡ്യൂക്കേറ്റീവ് പ്രോസസ്സിൽ അല്ലെങ്കിൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ കുട്ടിയെ മുമ്പന്തിയിലേക്ക് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ഇത് കൊണ്ടുവന്നത് നാച്ചുറലിസം ആണ്. Naturalism advocates that education should be a pleasurable activity for the children. കുട്ടിക്ക് ഒരു പ്ലഷറബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ആണ് എഡ്യൂക്കേഷൻ പറഞ്ഞ് കൊണ്ടുവന്നിട്ടുള്ളതാണ് നാച്ചുറലിസം. ചൈൽഡിൻ്റെ ഇൻട്രസ്റ്റ്, അതേപോലെ അവൻ്റെ റെഡിനെസ് ഒക്കെ നോക്കിയിട്ട് വേണം നമ്മളെ അവനെ ലേണിങ്ങിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ദെൻ നാച്ചുറലിസം സ്ട്രെസ്സസ് ദ എഡ്യൂക്കേഷൻ ഷുഡ് എൻകറേജ് ദ സ്പോണ്ടേനിയസ് സെൽഫ് ആക്ടിവിറ്റി ഓഫ് ദ ചൈൽഡ്. According to naturalism, methods of instruction must be inductive to make teaching effective and attractive. ഇതൊക്കെയാണ് നാച്ചുറലിസത്തിലെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് നാച്ചുറലിസ്റ്റിക് എഡ്യൂക്കേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്? ഇത്രയും പഠിച്ചതിൽ നിന്ന് നമുക്ക് തന്നെ പറയാം അല്ലേ. ബാക്ക് ടു നേച്ചറിലേക്ക് തിരിച്ചു പോകാനാണ് നാച്ചുറലിസ്റ്റുകൾ പറയുന്നത്. ഓപ്പോസിഷൻ ടു ബുക്കിഷ് നോളജ്. ദെൻ പ്രോഗ്രസീവ് ആണ്, നെഗറ്റീവ് എഡ്യൂക്കേഷനാണ്. സെൻട്രൽ പൊസിഷൻ ഓഫ് ചൈൽഡിനാണ് സെൻട്രൽ പൊസിഷൻ കൊടുക്കുന്നത്. ഫ്രീഡം ഓഫ് ദ ചൈൽഡ് ആൻഡ് ട്രെയിനിങ് ഓഫ് ദ സെൻസസ്. ഇതൊക്കെയാണ് നാച്ചുറലിസത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി എന്താണ് നാച്ചുറലിസത്തിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് പറയാൻ പറ്റുക? നാച്ചുറലിസം ബുക്സ് ഒക്കെ നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ടല്ലേ. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അസ്യൂം ദാറ്റ് വി ക്യാൻ നെഗ്ലക്റ്റ് ബുക്സ്. അതൊരു ലിമിറ്റേഷനാണ്. ദെൻ ഫിസിക്കൽ നേച്ചർ എലോൺ ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ഫോർ പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ. നമ്മുടെ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ നേച്ചറിലൂടെ മാത്രം സഫിഷ്യൻ്റ് ആണ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നോളജ് കിട്ടാൻ പറയുന്നത് തെറ്റാണ്. അതൊരു ലിമിറ്റേഷനാണ്. ദെൻ അബ്സല്യൂട്ട് ഫ്രീഡം ടു ചൈൽഡ് ഈസ് എ മിത്ത്. ഇറ്റ് കനോട്ട് എക്സിസ്റ്റ്. അതും ഒരു ലിമിറ്റേഷനാണ്. ദെൻ നാച്ചുറലിസം ഇഗ്നോർസ് ദ ഹയർ എൻഡ്സ് ഓഫ് ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ. ഇതൊക്കെയാണ് നാച്ചുറലിസത്തിൻ്റെ വീക്ക്നെസ് ആയിട്ട് അല്ലെങ്കിൽ ലിമിറ്റേഷനായിട്ട് പറയാൻ പറ്റുന്നത്. സോ ഈ ഒരു ടേബിളിൽ നമുക്ക് കൃത്യമായിട്ട് ഐഡിയലിസം, നാച്ചുറലിസം, പ്രാഗ്മാറ്റിസം കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഓരോന്നിൻ്റെയും ബേസിക് പ്രിൻസിപ്പിൾസ് എന്താണ്, അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് എഡ്യൂക്കേഷൻ എന്താണെന്ന് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി പഠിക്കാവുന്നതാണ്. നാച്ചുറലിസം എന്ന് പറയുമ്പോൾ നേച്ചർ ഈസ് ദ ഫൈനൽ റിയാലിറ്റി, ബിലീവ്സ് ഇൻ
matter and importance of the material world. Then values are created in terms of specific need. Then principles of educationലേക്ക് വരികയാണെങ്കിൽ stress on physical environment, education is based on psychology and ethics, self-expression is the aim of education, emphasizes basic instincts, interest and tendencies, child is the central aspect of the education. അങ്ങനെ കറക്റ്റായിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ കേട്ടോ. സോ അത്രയേ ഉള്ളൂ നാച്ചുറലിസം എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രാഗ്മാറ്റിസം പഠിക്കാം.